Hi everyone, it's me Rahul. Welcome to Mind Trend FX, my YouTube channel. So, ഇന്നും നമ്മുടെ അസ് യൂഷ്വൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ കോഴ്സ് മാത്രം വെയിറ്റ് ചെയ്തിട്ട് നമ്മളെ ബിലീവ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിനുള്ളിൽ. ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു സെൽ സൈഡ് എൻട്രി നിഫ്റ്റിയിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ ഓൾറെഡി അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നിഫ്റ്റി ഒരു റിയാക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് വിചാരിച്ചോ അതേപോലെ തന്നെ ഇന്ന് നിഫ്റ്റി റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിഫ്റ്റി ഒന്ന് ഒരു പുൾ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈക്ക് സ്മോൾ പുൾ ബാക്ക്. ഞാൻ പറയുന്നില്ല ഇതൊരു ട്രെൻഡ് ചേഞ്ച് ആണെന്നൊന്നും, ബട്ട് ഒരു സ്മോൾ പുൾ ബാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. ആൻഡ് അതിന് പുറമെ തന്നെ ഒന്ന് രണ്ട് വേറെ ട്രേഡും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ HDFC ബാങ്ക് ഇതും കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, നിങ്ങൾ ആദ്യമായിട്ടാണ് പരിചയപ്പെടുന്നെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. താഴെ ലിങ്ക് കൊടുത്തേക്കാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ. ഓക്കെ, സോ ടൈം കളയാതെ നമുക്ക് നേരെ പെട്ടെന്ന് നാളത്തെ ചാർട്ട് അനാലിസിസിലോട്ട് പോവാം. ഓക്കെ, സോ ഇത് എൻ്റെ എൻ്റെ ഡിയറസ്റ്റ് സ്റ്റുഡൻസ് ആയ എൻ്റെ സെക്കൻഡ് ബാച്ചിൽ അവരൊപ്പം ഇരുന്ന് ഞങ്ങൾ ഒരുമിച്ച് ചെയ്ത ഒരു ചാർട്ട് അനാലിസിസ് ആണ്. സോ ഇതിന് പവർഫുൾ കൂടും, കാരണം ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡൻസും ഉണ്ടായിരുന്നു ഇന്നത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ നാളെ നമ്മൾ ഒരു ബൈ എൻട്രി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ 23,200 താഴെ വന്നാൽ മാത്രമേ നമ്മളൊരു സെൽ സൈഡിലോട്ട് നമ്മൾ ഫോക്കസ് ചെയ്തുള്ളൂ എന്നാണ്. 23,200 താഴെ വന്നു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഒരു സെൽ സൈഡിലോട്ട് ഒരു എൻട്രി ഫോക്കസ് ചെയ്തുള്ളൂ. 23,200 താഴെ, ഓക്കെ, 250 താഴെ. ഇതിൻ്റെ താഴെ വന്നിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ നാളെ പുട്ട് സൈഡിലോട്ട് ഒരു എൻട്രി നോക്കും. ആൻഡ് ഈ ഒരു ഏരിയ നിഫ്റ്റി നാളെ ഒന്ന് താഴോട്ട് വന്നിട്ട് ഈ 23,250, ഓക്കെ, 23,250 ഈ റേഞ്ചിൽ നിന്ന് നിഫ്റ്റി ഒരു പുൾ ബാക്ക് കാണിക്കുകയാണെങ്കിൽ അതിൻ്റെ ബൈയിങ് സ്ട്രെങ്ത്തും അതിൻ്റെ നിഫ്റ്റിയുടെ ക്യാൻഡിൽസ്റ്റിക് പാറ്റേണും പ്ലസ് ഡാറ്റയും എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഒരു ബൈ ഇനിഷ്യേറ്റ് ചെയ്യാം. ഓക്കെ, ഈ 23,500 വരെ നമുക്ക് ഈ ടാർഗറ്റ് ഫിക്സ് ചെയ്യുകയും ചെയ്യാം. അതായത് 23,250 മുതൽ 23,500 വരെ നമുക്ക് ഇവിടുന്ന് താഴോട്ട് വന്നിട്ട് ഈ ഏരിയയിൽ നിന്ന് 23,250 പറഞ്ഞ ഏരിയയിൽ നിന്ന് ഒരു പുൾ ബാക്ക് വരികയാണെങ്കിൽ നമുക്ക് 23,500 വരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഇതൊരു സിനാരിയോ ആണ്. ഓക്കെ, നമ്പർ 1. നമ്പർ 2, 23,250 താഴെ നമ്മൾ സെൽ. ആൻഡ് താഴോട്ട് വന്നിട്ട് 23,250 മുകളിലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് ചെറിയൊരു സ്റ്റോപ്പ് ലോസ്, ഒരു 5.5% സ്റ്റോപ്പ് ലോസിലുള്ള റിസ്കിൽ നമുക്ക് ഈ ഒരു വലിയ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അതല്ല നാളെ മാർക്കറ്റ് പോസിറ്റീവിലാണ് ഓപ്പൺ ആകുന്നത്, മാർക്കറ്റ് നല്ലോണം ഓപ്പൺ ആവുകയാണെങ്കിൽ 23,400 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 23,400 മുകളിൽ മാർക്കറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 23,600 നമ്മുടെ ടാർഗറ്റ് ആയിരിക്കും. മനസ്സിലായല്ലോ? 23,400 മുകളിൽ നാളെ നിഫ്റ്റി ഹോൾഡ് ഒരു 30 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ 15 to 30 മിനിറ്റ്സ് എന്തായാലും വെയിറ്റ് ചെയ്യണം. എന്നിട്ട് നിഫ്റ്റി ഹോൾഡ് ചെയ്യുന്നതൊക്കെ മനസ്സിലാവുകയാണെങ്കിൽ വി ഇനിഷ്യേറ്റ് എ ട്രേഡ്, ഒരു ബ്രേക്ക് ട്രേഡ് എന്ന് പറയുന്നത്. ഒരു ബ്രേക്ക് ട്രേഡ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാം 23,400 വരെ. ബട്ട് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യുന്നത് ചെറിയൊരു റേഞ്ചിൽ മേടിക്കാനായിരിക്കും. 23,250 കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് വെരി യൂസ്ഫുൾ ഫോർ അസ്. നമുക്ക് ഇവിടുന്ന് ബൈ ചെയ്തിട്ട് ഈ ഹൈയിൽ തന്നെ ഇറങ്ങാം. നമുക്ക് റിസ്ക് എടുക്കാൻ നിൽക്കേണ്ട, കാരണം മാർക്കറ്റ് ഒരു ഇവൻ്റ് നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ നെഗറ്റിവിറ്റി വളരെ കൂടുതലാണ്. ജസ്റ്റ് ഫോറക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ US ഓയിൽ നൗ ഡൗൺ ആണ്. ഇറ്റ് മീൻസ് മാർക്കറ്റ് പോസിറ്റീവ് ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, വേൾഡ് മാർക്കറ്റ് ഡൗ ജോൺസ് അപ്പാണ്, S&P അപ്പാണ്, S&P, നിക്കി, FTSE, ഡാക്സ്, കോസ്പി. വേൾഡ് മാർക്കറ്റ് മാക്സിമം എല്ലാം ഇന്ന് നമ്മുടെ മാർക്കറ്റ് പോലെ തന്നെ റിയാക്ട് ചെയ്തിട്ടുണ്ട്. സോ ഇന്ന് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്നൊരു പോസിറ്റീവ്നെസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. സോ മാർക്കറ്റ് റിയാക്ട്, അതുകൊണ്ടാണ് നമ്മുടെ മാർക്കറ്റ് റിയാക്ട് ചെയ്തത്. സോ ഈ ഒരു കണ്ടിന്യൂഷൻ വരികയാണെങ്കിൽ മാർക്കറ്റിന് എന്തെങ്കിലും റിഗാർഡിങ് ന്യൂസ് കിട്ടുകയാണെങ്കിൽ മാർക്കറ്റ് ഭയങ്കര സ്പീഡിൽ റിയാക്ട് ചെയ്യും. ഓക്കെ, കാരണം ഒരു ഇവൻ്റ് ബേസ് ക്രാഷാണ് നമ്മൾ കണ്ടത്. മാർക്കറ്റ് പെട്ടെന്ന് റിയാക്ട് ചെയ്യും. സോ നമുക്ക് ആ ഒരു പുൾ ബാക്ക് നമുക്ക് ക്യാച്ച് ചെയ്യണം. നമുക്ക് ഒരുമിച്ചിരുന്ന് ക്യാച്ച് ചെയ്യാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ. നിങ്ങൾ അതിനകത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോയിൻ ചെയ്യാം, നമുക്കത് ക്യാച്ച് ചെയ്യാം. ആൻഡ് നമുക്ക് അതല്ല കറണ്ട് സിനാരിയോ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ 23,250 താഴെ വീണ്ടും നമുക്ക് സെല്ലിലോട്ട് തന്നെ പോവാം. ഈ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് ബൈയും ചെയ്യാൻ ശ്രമിക്കാം. ബട്ട് ഓൾ ദീസ്
ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഓൺലി ഫോർ എഡ്യൂക്കേഷണൽ പർപ്പസ്. ദിസ് ഈസ് നോട്ട് എ ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷൻ. ഓക്കെ, നിങ്ങളുടെ ഓൺ അനാലിസിസ് ചെയ്തിട്ട് ലെവൽസൊക്കെ കണ്ടു പഠിക്കുക, എന്നിട്ട് നിങ്ങളുടെ ഓൺ റിസ്കിൽ നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് നാളത്തെ നിഫ്റ്റിയുടെ വ്യൂ. തൽക്കാലം നമുക്ക് സ്വിംഗ് സ്റ്റോക്സ് ഒന്നും ഇല്ല. ഒരു റണ്ണിങ് ഒരു സ്റ്റോക്ക് ഉണ്ട്, HFCL. സോ ഏകദേശം ആ റേഞ്ചിൽ തന്നെ നിൽക്കുന്നത്. എക്സ്പെക്റ്റിംഗ് ഒരു ഗുഡ് മൂവ് വരുമെന്ന് HFCL എക്സ്പെക്റ്റ് ചെയ്യുന്നു. ഇവിടുന്ന് ഒരു ഗുഡ് മൂവ് മുകളിലോട്ട് വരുമെന്ന് വന്നാൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണോ അവിടെ നമ്മൾ എക്സിറ്റ് ആവാം. ഓക്കെ, ഇപ്പോൾ തൽക്കാലം നമുക്ക് ഹോൾഡ് ചെയ്യാം. നമ്മുടെ ഓൾ ഓവർ ഇതിൻ്റെ പാറ്റേൺ പോസിറ്റീവാണ്. പിന്നെ കമ്പനിയുടെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം ഓക്കെയാണ്. സോ ഇത് ഇവിടുന്നൊരു റിക്കവറി തരും എന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. ആൻഡ് ഇതെടുത്ത് ഹോൾഡ് ചെയ്യുന്നവർക്ക് നല്ലൊരു പ്രോഫിറ്റും ഇത് ജനറേറ്റ് ചെയ്ത് തരുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ഇത് നമ്മുടെ സ്വിംഗ് ട്രേഡാണ് റണ്ണിങ്. വേറെ സ്വിംഗ് ട്രേഡ് നമ്മുടെ അടുത്തത് ടിംകിൻ ആയിരുന്നു. ടിംകിൻ അത്യാവശ്യം നമ്മുടെ അടുത്ത് റേഞ്ചിൽ നിന്ന് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ തെർമെക്സ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതും അത്യാവശ്യം മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇതൊക്കെ പണ്ട് കൊടുത്ത ട്രേഡാണ്. ലൈവിൽ ഒരു ട്രേഡേ ഓടുന്നുള്ളൂ, HFCL നമുക്ക് നോക്കാം. നോ വറീസ് അബൌട്ട് ദിസ്. ഓക്കെ, ആൻഡ് നിഫ്റ്റി ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ എൻട്രി 23,250 ബോട്ടം ബൈയിങ് അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് ട്രേഡ് നമുക്ക് നോക്കാം. ഇതിന് മുകളിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടോയെന്ന്. സെൽ സൈഡിലോട്ട് 23,250 താഴെ നമ്മൾ സെൽ എൻട്രി പ്ലേസ് ചെയ്തായിരിക്കും. ഓക്കെ, സോ ഇന്ന് നിഫ്റ്റി ഇവിടെ കയറുന്നതിന് മുന്നേ എൻ്റെ സ്റ്റുഡൻസിൽ പലരും എനിക്ക് ആ ഒരു ഫോർമേഷനൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. താങ്ക് യു. നമ്മുടെ അരവിന്ദ്, ബാക്കിയുള്ളവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1-2 പേര്. എല്ലാവർക്കും സൂപ്പർ, നിങ്ങൾ ചെയ്ത് പഠിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആകുന്നുണ്ട്. താങ്ക് യു. നിങ്ങളോട് ഞാൻ വീഡിയോയിലൂടെ ഒരു എന്താ പറയുക, ഒരു താങ്ക് യു പറയുകയാണ് നിങ്ങൾ, കാരണം നിങ്ങൾ എടുക്കുന്ന എഫർട്ട്. ഓക്കെ, സോ കീപ് മൂവിങ് ലൈക്ക് ദിസ്. ആൻഡ് പബ്ലിക് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് സ്റ്റേ വിത്ത് അസ്. നമുക്ക് ഒരുപാട് നല്ല എൻട്രീസും നമുക്കൊരു നല്ല പ്രോഫിറ്റബിൾ ട്രേഡർ ആകാനും നമ്മുടെ മൈൻഡ് ആൻഡ് എഫക്ട്സ് ഫാമിലിക്ക് കഴിയും. സോ സ്റ്റേ ഇൻ ഗ്രൂപ്പ്. ഓക്കെ, പുതിയ ആൾക്കാർ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ജോയിൻ അവർ വാട്സപ്പ് ഗ്രൂപ്പ്. ബൈ, ഗുഡ് നൈറ്റ്.